ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണത്തിനുള്ള നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് വാർഷിക പൊതുയോഗം കോഴിക്കോട്ട്. കളർ ബെൽറ്റ് ഗ്രേഡിംഗും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങുമായി കാജുകാടോ കരാത്തെ ആൻഡ് മാർഷൽ ആർട്ട് അക്കാദമി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണത്തിനുള്ള നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശങ്ങളെ 12 ഭൂഭാഗങ്ങളായി വേർതിരിച്ച് പ്രശ്ന പരിഹാരത്തിനായി ഓരോയിടത്തും വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കുമെന്നും വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണത്തിനുള്ള നിയമം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി സംഘർഷബാധിത പ്രദേശങ്ങളെ വിവിധ മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതി, ഭൂവിനിയോഗം, വന്യജീവി ആക്രമണത്തിന്റെ രീതിയും തോതും, ജനവാസ മേഖലകൾ, കാർഷിക മേഖലകൾ, ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ വന്യജീവി സംഘർഷബാധിത പ്രദേശങ്ങളെ 12 ലാൻഡ്സ്കേപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ലാൻഡ്സ്കേപ്പിനും പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും പരിശോധനകളും നടന്നു വരുന്നുണ്ട്. അതുകൂടി പൂർത്തിയാകുന്ന മുറക്ക് സംസ്ഥാന വന്യമൃഗ ആക്രമണ ലഘൂകരണ നയം പ്രഖ്യാപിക്കാനാണ്. മേയർ ബീന ഫിലിപ്പ്, MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, TP രാമകൃഷ്ണൻ, KP കുഞ്ഞമ്മദ് കുട്ടി, KM സച്ചിൻ ദേവ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണൻ, വനം പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹാജ് ആലം, വനം വകുപ്പ് മേധാവി രജീഷ് രവീന്ദ്രൻ, നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ BN അഞ്ജൻ കുമാർ എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന സർപ്പ വോളണ്ടിയർ വിദ്യാരാജുവിനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് വാർഷിക പൊതുയോഗം കോഴിക്കോട്ട് നടന്നു. കേന്ദ്ര ജലവിഭവ സഹമന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൌധരി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് വാർഷിക പൊതുയോഗം കോഴിക്കോട് മറീന കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. കേന്ദ്ര ജലവിഭവ സഹമന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൌധരി ഉദ്ഘാടനം ചെയ്ത പൊതുയോഗത്തിൽ ബീഹാറിലെ മുൻ മന്ത്രിയും നിലവിൽ മഹാരാജൻ എംപിയുമായ ജനാർദ്ദനൻ സിംഗ് സിഗ്രിവാൾ, പ്രശസ്ത സിനിമാ താരം മമത മോഹൻദാസ് എന്നിവർ ചേർന്ന് പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ വളർന്ന സൊസൈറ്റി 4 വർഷമായി ലാഭത്തിൽ പ്രവർത്തിക്കുകയും സഹകരണ മേഖലയിൽ നൂതനമായ പദ്ധതികൾ കൊണ്ടുവന്ന് മെമ്പർമാർക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ സഹകരണ മേഖലയ്ക്ക് ഒരു മാതൃക ആയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ രാജ്ഭൂഷൺ ചൌധരി. പ്രൈഡ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ N. സായിറാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൊസൈറ്റി CEO ശൈലേഷ് C. നായർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ്തുത യോഗത്തിൽ വെച്ച് സൊസൈറ്റിയുടെ ലാഭവിഹിതം മെമ്പർമാർക്ക് ഡിവിഡന്റായി പ്രഖ്യാപിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ ലാഭത്തിന്റെ ഒരു ഭാഗം കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനായി കൈമാറുകയും കേന്ദ്രമന്ത്രി പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാനിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന മികവിന്റെ ഫലമായി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള NCDC-യിൽ നിന്ന് 100 കോടിയുടെ ഹ്രസ്വകാല വായ്പ ലഭിച്ചിട്ടുള്ള അപൂർവം സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നിലവിൽ 1 ലക്ഷത്തിൽ പരം മെമ്പർമാരും 1000 കോടിയിലധികം ബിസിനസ്സും ചെയ്യുന്ന സൊസൈറ്റി 2027 മാർച്ച് ആകുമ്പോൾ 3000 കോടിയുടെ ബിസിനസ്സാണ് ലക്ഷ്യമിടുന്നത്.
2500-ൽ പരം മെമ്പർമാർ പങ്കെടുത്ത സൊസൈറ്റിയുടെ പൊതുയോഗം സൊസൈറ്റിയുടെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ ഒരു സാക്ഷ്യം കൂടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാജു-കാഡോ കരാത്തെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കളർ ബെൽറ്റ് ഗ്രേഡിംഗും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും നടത്തി. രക്ഷാധികാരി VK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് സെന്ററിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ സംഗമം ഗ്രൂപ്പ് ഡയറക്ടറും കാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ അബ്ദുൾ സലാമിനെയും കാജു-കാഡോ കരാത്തെ വിദ്യാർത്ഥിയും MBBS ബിരുദം നേടിയ തിരുപ്പൂരിലെ ESI ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ചാർജ് എടുത്ത ഡോക്ടർ ആകാശിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ ജേതാവായ ഡെബോറ ബവാസി, ബോക്സർ N അമർനാഥിനെയും ചടങ്ങിൽ ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലറും കാജു-കാഡോയുടെ രക്ഷാധികാരിയുമായ VK മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് മികച്ച രീതിയിലുള്ള ഇത്തരം സ്ഥാനങ്ങൾ നമുക്ക് വഹിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അവസരം ഞങ്ങൾ അതിന് വേണ്ടി മനസ്സിൽ വെച്ചെടുത്തുകൊണ്ട് ആകാശനെ പോലെ തന്നെ ഇത്തരം വേദിയിൽ വന്ന് ആദരവേറ്റ് കൊള്ളാനുള്ള വേറൊരു വ്യക്തികൾ ഞങ്ങൾ മാറുന്നതാണ് എനിക്ക് ആദ്യമായി പ്രഖ്യാപിക്കാനുള്ളത്. രണ്ടാമത് ഡോക്ടർ അബ്ദുൾ സലാം. ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി സംഘടനകളും വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ഏറെ നന്നായി പ്രവർത്തിക്കുന്നവരുണ്ട്. പരിപാടിയിൽ റൻഷി ജയരാജ് PK അധ്യക്ഷനായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ M ദിലീപ് കുമാർ, രാജു മാപ്പാല, സേതുമാധവൻ, നാസർ, കബീർ സലാല, മിസ്ഹബ്, റൻഷി രാകേഷ്, CP എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ, സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ, തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും. അവിടെ കെങ്കേമോണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓണത്തോടനുബന്ധിച്ച് വിപണനമേളയൊരുക്കി സാമന്ത സമാജം വനിതാ വിഭാഗം. വിവിധ സ്റ്റാളുകളിലായി വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി ഒരുക്കി.
സാമന്ത സമാജം വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഓണം വിപണനമേള സംഘടിപ്പിച്ചത്. സാമന്ത സമാജം പ്രസിഡന്റ് ഗിരീഷ് നെടുങ്ങാടി ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് രാധാമണി മോഹനചന്ദ്രൻ, സെക്രട്ടറി ആനന്ദി മോഹനകൃഷ്ണൻ, രമ നരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 44 സ്റ്റാളുകളിലായി വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറൂഖ് മേഖലയിലെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും കൂട്ടായ്മയായ വായനക്കൂട്ടം ഫറൂഖ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടത്തി. ചിത്രകാരനും ശില്പിയുമായ ദേവസ്യ ദേവഗിരി ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് മേഖലയിലെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും കൂട്ടായ്മയായ വായനക്കൂട്ടം ഫറൂഖ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരം ചിത്രകാരനും ശില്പിയുമായ ദേവസ്യ ദേവഗിരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ എഴുത്തും വായനയും ചിത്രരചന അഭിരുചിയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പതിവ് രീതിയിൽ വ്യത്യസ്തമായ മത്സരമാണ് നടന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ കെ ശ്രീകുമാറിന്റെ പെണ്ണായാൽ എന്താ എന്ന ചെറുകഥ വായിക്കാൻ നൽകുകയും കഥ വായനയിലൂടെ കുട്ടികളുടെ മനസ്സിൽ രൂപപ്പെട്ട ചിത്രം ക്യാൻവാസിൽ പകർത്തുന്ന രീതിയിലാണ് ചിത്രരചന മത്സരം നടന്നത്. പരിപാടിയിൽ വായനക്കൂട്ടം പ്രസിഡന്റ് അജിത് കുമാർ പൊന്നേംപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രദീപ് രാമനാട്ടുകര, ജീവാനന്ദൻ മാസ്റ്റർ, KP സ്റ്റീവി മാസ്റ്റർ, ഡോക്ടർ കെ ധന്യ, ERP വേണുഗോപാലൻ, പൂതേരി വിജയകുമാർ, ബഷീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അരവിന്ദൻ പുറ്റേക്കാട് സ്വാഗതവും ട്രഷറർ ദേവദാസൻ മാട്ടുപുറത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി ഓണാഘോഷം സംഘടിപ്പിച്ചു. ലൈബ്രറി അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഓണപ്പാട്ടുകളും തിരുവാതിരയും കോൽക്കളിയും അവതരിപ്പിച്ചു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ ഓണാഘോഷ പരിപാടികൾ കോർപ്പറേഷൻ കൗൺസിലർ M ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം M പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി പ്രസിഡന്റ് M രാജഗോപാൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ശ്രീന ശ്രീയേഷ്, ഡോക്ടർ മെഹസാബ് അബ്ദുള്ള എന്നിവരും സംസാരിച്ചു. പരിപാടിയിൽ ലൈബ്രറിയുടെ സീനിയർ അംഗമായ N സത്യനാഥനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ലൈബ്രറി കലാവേദി അംഗങ്ങളും സമീപത്തെ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളും കോൽക്കളിയും തിരുവാതിരക്കളിയും സംഘനൃത്തങ്ങളും ലൈബ്രറി കലാവേദി അംഗങ്ങൾ ഓണഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഗാനമേളയും അവതരിപ്പിച്ചു. T സുധാകരൻ, K ഹരീഷ്, T ജിതേഷ് എന്നിവർ ഉപകരണങ്ങളിൽ പശ്ചാത്തലമൊരുക്കി. ലൈബ്രറി സെക്രട്ടറി PN പ്രേമരാജ്, കലാവേദി കോർഡിനേറ്റർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തൊഴിൽ രംഗത്ത് പ്രൊഫഷണലിസം കൈവരിക്കാനുള്ള പരിശീലനം നൽകുന്ന പ്രോലൈവ് 25 കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. KBS യുവജന വിഭാഗം കോഴിക്കോടും വിദ്യാമിത്രയുടെ സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി നടത്തിയത്. മാസ്റ്ററിംഗ് വർക്ക് പ്ലേസ് പ്രൊഫഷണലിസം എന്ന സെമിനാറിന് കോഴിക്കോട് തളി സമൂഹം ഹാളാണ് വേദിയായത്. പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു. മിംസ് ഹോസ്പിറ്റൽ ഓങ്കോളജി വിഭാഗം HOD ഡോക്ടർ സതീഷ് പത്മനാഭൻ പരിപാടി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. KBS യുവജന വിഭാഗം സെക്രട്ടറി KR വെങ്കിടാചലം അധ്യക്ഷനായിരുന്നു. യുവജന വിഭാഗം നോർത്ത് സോൺ പ്രസിഡന്റ് വിവേക്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ KB, തിരുവണ്ണൂർ ഉപസഭയിലെ ബാലമുരളി, വനിതാ വിഭാഗം അംഗം രുക്മിണി S, തളി സമൂഹം സെക്രട്ടറി വിവേകാനന്ദൻ, വെങ്കിടാദ്രി, ബഷീർ നെല്ലിയോട്ടിൽ, നാരായണസ്വാമി, രംഗനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാമിത്രയുടെ ഫൗണ്ടറും CEOയുമായ ഡോക്ടർ വിനോദ് RR പരിശീലന ക്ലാസ് നയിച്ചു. തൊഴിലിടങ്ങളിൽ പ്രൊഫഷണലിസത്തിന്റെ പ്രാധാന്യം, വ്യക്തിവികസനം, ടീം വർക്ക്, ലീഡർഷിപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകിയ അദ്ദേഹം
ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണവും നടത്തി. KBS യുവജന വിഭാഗം ട്രഷറർ ആനന്ദകൃഷ്ണ H, ജോയിന്റ് സെക്രട്ടറി അന്നപൂരണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ആരെവിടെ ഇത്തവണത്തെ ഓണം ഓഫറുകൾ കേൾക്കട്ടെ. കേൾക്കാനൊന്നുമില്ല മഹാരാജൻ, എന്നത്തെയും പോലെ നിക്ഷാനിലെ ഓണക്കോടീശ്വരനാണ് ട്രെൻഡിങ്. 75% വരെ വിലക്കുറവിനൊപ്പം നിരവധി സമ്മാനങ്ങളും. ബമ്പർ പ്രൈസ് ഒരു മഹീന്ദ്ര BE6 കാർ. സെക്കൻഡ് പ്രൈസ് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ. തേർഡ് പ്രൈസ് 4 ഏത്തർ റിസ്റ്റ സ്കൂട്ടറുകൾ. കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾക്ക് പുറമെ നിക്ഷാൻ നൽകുന്ന മറ്റ് ഓഫറുകളും. അവിടെ കെങ്കേമോണ്. ഓഹോ, എന്നാൽ ഞാനും പോകട്ടെ നിക്ഷാനിലേക്ക്. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓണക്കാലത്ത് അതിമനോഹരമായ മ്യൂസിക് ആൽബം ഒരുക്കി റിലീസ് ചെയ്തിരിക്കുകയാണ് പേരാമ്പ്ര വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂൾ. തുമ്പപ്പൂ പുലരി എന്ന ആൽബം പേര് പോലെ തന്നെ കേൾക്കാനും കാണാനും ഇമ്പമേറിയതാണ്. വയനാടിനൊപ്പം എന്ന വൈറലായ കവിത രചിച്ച സ്കൂൾ അധ്യാപകനായ സുരേഷ് ചെന്താരയാണ് തുമ്പപ്പൂ പുലരി എന്ന ആൽബത്തിന്റെ വരികൾ രചിച്ചത്. സ്കൂൾ സംഗീതാധ്യാപകനായ സന്തോഷ് പാലേരി സംഗീതം നൽകിയ ഗാനം ദേവന ശ്രീ, നിരഞ്ജന ശശി, സാൻവിയ സന്തോഷ്, ജനിക എന്നിവർ ചേർന്നാണ് ആലപിച്ചത്. വിദ്യാർത്ഥികളായ പ്രിൻസ് മോഹൻ ക്യാമറയും അനൂപ് കല്ലിങ്കൽ ഓർക്കസ്ട്രേഷനും പ്രജീഷ് ഉള്ളിയേരി കലാസംവിധാനവും രാഹുൽ മരുതോങ്കര വീഡിയോ എഡിറ്റിംഗും നിർവഹിച്ചു. ആൽബത്തിൽ സ്കൂൾ അധ്യാപികമാരും അധ്യാപകന്മാരും വിദ്യാർത്ഥികളും അഭിനയിച്ചു. സ്കൂൾ മാനേജർ KV കുഞ്ഞിക്കണ്ണൻ ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. TTR ബിൽഡേഴ്സിന്റെ പുതിയ ഓഫീസ് കോഴിക്കോട് കൊളത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബിൽഡേഴ്സ് സാരഥി രഞ്ജിത്തിന്റെ മാതാവ് TT തങ്കവും കൗൺസിലർ പ്രേമലത തെക്കുവീട്ടിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തും സംതൃപ്തരായ നിരവധി ഉപഭോക്താക്കളും TTR ബിൽഡേഴ്സിന് സ്വന്തമായുണ്ട്. ബിൽഡിംഗ് നിർമ്മാണ രംഗത്ത് 27 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് TT രഞ്ജിത്തിന്റെ TTR ബിൽഡേഴ്സ്.
2.5 പതിറ്റാണ്ടുകൾക്കിപ്പുറത്തും വീട് നിർമ്മാണത്തിലും കെട്ടിട നിർമ്മാണത്തിലും ഉപഭോക്താക്കളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒപ്പമാണ് രഞ്ജിത്തിന്റെ യാത്ര. സ്വന്തം ഓഫീസ് കെട്ടിടം കൊളത്രയിൽ ആരംഭിക്കാൻ പ്രേരണയും പ്രചോദനവുമായതും തന്റെ ഏറെക്കാലത്തെ പരിശ്രമവും ഓരോ നിർമ്മാണത്തിലും സഹകരിച്ച ഉപഭോക്താക്കളുമാണെന്ന് രഞ്ജിത്ത് പറയുന്നു. ഞാൻ ഈ ബിൽഡിംഗ് വർക്കിൽ വന്നത് 1998 ഇന്ന് ഇത് 27 വർഷം പൂർത്തിയായിരുന്നു. അതിൽ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഇവിടെ സ്ട്രക്ചർ ഡ്രോയിങ്, പ്ലാൻ പാസ്സാക്കൽ, പിന്നെ ഇലക്ട്രിക് ഡ്രോയിങ്, 3D 2D എല്ലാവിധവും ഫുൾ വർക്കും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓഫീസിന്റെ ഉദ്ഘാടനം കൗൺസിലർ പ്രേമലത തെക്കുവീട്ടിലും രഞ്ജിത്തിന്റെ മാതാവ് TT തങ്കവും ചേർന്ന് നിർവഹിച്ചു. കൺസ്ട്രക്ഷൻ രംഗത്ത് എല്ലാ ഡിവിഷനുകളും രഞ്ജിത്തിന്റെ മേൽനോട്ടത്തിൽ പൂർത്തീകരിക്കും. ആർക്കിടെക്ചർ, ഇന്റീരിയർ ഡിസൈൻ, എസ്റ്റിമേഷൻ, സ്പേസ് പ്ലാനിംഗ്, MEP ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡ്രോയിങ്, സൈറ്റ് സൂപ്പർവിഷൻ തുടങ്ങി കെട്ടിടത്തിന്റെയോ വീടിന്റെയോ പ്ലാൻ മുതൽ രഞ്ജിത്തിന്റെ കൈപ്പിടിയിൽ ഭദ്രമാണ്. രഞ്ജിത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചാണ് തങ്ങളുടെ സ്വപ്നഭവനം പൂർത്തീകരിച്ചതെന്നും അതിൽ ഏറെ സംതൃപ്തരാണെന്നും ഗൃഹനാഥന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ TTR ബിൽഡേഴ്സിന്റെ സ്വീകാര്യതയും വിശ്വസ്തതയും വർദ്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ വർക്കിന്റെ ക്വാളിറ്റിയാണ് വളരെ പ്രധാനം. കൃത്യസമയത്ത് തൊഴിലെടുത്ത് തീർത്ത് ഒരാളുടെ സ്വപ്നം ആണല്ലോ കെട്ടിടം, ബിൽഡിങ്, വീട്. ആ സ്വപ്നം പൂർത്തീകരിക്കാൻ രഞ്ജിന്റെ കൂടെയുള്ള ടീമും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഓഫീസ് ഉദ്ഘാടനം. എൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട് നിർമ്മിച്ചു തരുന്നത് TTR കോൺട്രാക്ടേഴ്സ് ആണ്. ഞാൻ 91% എൻ്റെ വീടിൻ്റെ വർക്ക് കഴിഞ്ഞു. ഞാൻ 100% സന്തോഷവാനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് പൊതുവെ പറയാറുണ്ട് ഏറ്റവും മോശം സമയത്താണ് വീടുണ്ടാക്കുക, കല്യാണം കഴിക്കുക എന്നുള്ളത്. പക്ഷെ അതൊരു മോശം സമയമായിട്ട് ഞങ്ങൾക്ക് തോന്നാതിരുന്നത് രഞ്ജിത്ത് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു. അത് TTR ബിൽഡേഴ്സിന്റെ 27 വർഷത്തെ അനുഭവ സമ്പത്തും കൂട്ടായ പരിശ്രമവും ഉപഭോക്താക്കളുടെ സ്വപ്നങ്ങൾക്ക് തുടർന്നും നിറം പകരും. ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ രഞ്ജിത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാംസ്കാരിക പൈതൃകവും പരമ്പരാഗതവും കൂടിച്ചേരുന്ന ഓണത്തിന് പുതിയ വസ്ത്രശേഖരവുമായി ശോഭിക വെഡ്ഡിങ്സും ഒരുങ്ങി. 10 ദിവസവും ശോഭികയോടൊപ്പം ആഘോഷിക്കാൻ വ്യത്യസ്ത ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളിലാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണത്തെ ഓണത്തെ സ്റ്റൈലിൽ ആഘോഷിക്കാം. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം തുടങ്ങി തിരുവോണം ദിവസം വരെ ആഘോഷപ്പുലരിയിൽ ശോഭികയോടൊപ്പം പങ്കുചേരാൻ അവസരം കാത്തിരിക്കുകയാണ്. ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തു നൽകാനും അതിമനോഹരമായ സാരികൾ, ധാവണികൾ, ചുരിദാറുകൾ എന്നിവ തയ്യാറാക്കാനും ശോഭികയുടെ 6 ബ്രാഞ്ചസും ഒരുങ്ങിക്കഴിഞ്ഞു. ഉത്സവ ആഘോഷങ്ങൾക്ക് സമ്പൂർണ്ണത കൈവരിക്കുക എന്നതാണ് ശോഭിക വെഡ്ഡിങ്സ് എന്നും ലക്ഷ്യമിടുന്നത്. ഏറ്റവും നല്ല ലേറ്റസ്റ്റ് കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സിന് എത്തിക്കുന്നതിൽ ശോഭിക ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ശോഭികയുടെ സാരി ശേഖരം വേറിട്ടതാണ്. പരമ്പരാഗത നിറവൈവിധ്യങ്ങൾക്കൊപ്പം ആധുനിക നിറവൈവിധ്യങ്ങളോടുമുള്ള സാരികൾ ഉൾപ്പെടെ ഫ്ലോറൽ പ്രിന്റ് സാരികളുടെ വ്യത്യസ്തയാർജിച്ച കളക്ഷനുകളും ശോഭികയിൽ ലഭ്യമാണ്. ഓരോ സാരിയും കേരളത്തിന്റെ തനത് സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഡിസൈനുകൾ, പാറ്റേണുകൾ എന്നിവ കൊണ്ട് ഭംഗി ആർജിച്ചതാണ്. കേരളത്തിന്റെ പരമ്പരാഗത വേഷം എന്നതിൽ ധാവണിയും മുൻപന്തിയിൽ തന്നെ. അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ധാവണി സെറ്റുകളും ശോഭികയിൽ ലഭ്യമാണ്. ശരീരത്തിനിണങ്ങുന്നതും സ്റ്റൈലിഷുമായിട്ടുള്ള ചുരിദാർ ശേഖരത്തിലും ശോഭിക മുന്നിൽ തന്നെ. നല്ല കളക്ഷനൊക്കെയാണ്, ഞങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വാങ്ങിയതൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ വരാൻ കാരണം. നല്ല ഓണം, അടിപൊളി ഓണം. കല്യാണത്തിന് ഇവിടെ നിന്ന് തന്നെ എടുത്ത് അടിപൊളിയാണ്. ഇപ്പോൾ 2-3 സാധനം വന്നതിന് കിട്ടി. വരാറുണ്ട്. കല്യാണത്തിനൊക്കെ പർച്ചേസ് ഇവിടെ നിന്ന് ചെയ്തത്. ഓരോ കുടുംബ സംഗമങ്ങളുടെ ഒത്തുചേരലുകളെയും ആനന്ദകരവും ഭംഗിയാർജിച്ചതുമാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ കളക്ഷനുകളാണ് ശോഭിക ഇത്തവണ എല്ലാ ബ്രാഞ്ചുകളിലും എത്തിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരു ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ട എല്ലാവിധ വസ്ത്രശേഖരങ്ങളും ശോഭികയിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണത്തിനുള്ള നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 12ാമത് വാർഷിക പൊതുയോഗം കോഴിക്കോട്ട്. കളർ ബെൽറ്റ് ഗ്രേഡിംഗും വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങുമായി കാജുകാടോ കരാത്തെ ആൻഡ് മാർഷൽ ആർട്ട് അക്കാദമി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.